സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈനിൽ വ്യാജ ലോട്ടറി വിൽപ്പന നടക്കുന്നുണ്ടെന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകൾ ഓൺലൈനായി പല ആപ്പുകളിലൂടെ വിൽക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ തോന്നുന്ന തരത്തിലുള്ള ആപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള സീരീസും നമ്പറും സെലക്ട് ചെയ്യാൻ പറ്റും. കേരള ലോട്ടറിക്ക് ദിവസവും ഒരു നറുക്കാണെങ്കിൽ നാഗാലാൻഡ് സ്റ്റേറ്റ് ലോട്ടറിക്ക് 3 നറുക്കെടുപ്പാണ് ദിവസവും ഉള്ളത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ലോട്ടറി വകുപ്പ് പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകി. കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം നടത്തിയ സൈബർ പട്രോളിംഗിൽ വ്യാജ ലോട്ടറി വിൽപ്പന നടത്തുന്ന 60 ആപ്പുകൾ കണ്ടെത്തി. ഈ ആപ്പുകൾ നീക്കം ചെയ്യാൻ പോലീസ് ഗൂഗിളിന് കത്ത് നൽകിയിട്ടുണ്ട്. ഓൺലൈൻ ലോട്ടറികളുടെ പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യാൻ മെറ്റയോടും ആവശ്യപ്പെട്ടു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 25 ഫേസ്ബുക്ക് പ്രൊഫൈലുകളും 20 വെബ്സൈറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. കേരള മെഗാ മില്യൺ ലോട്ടറി, കേരള സമ്മർ സീസൺ ധമാക്ക എന്നീ പേരുകളിലാണ് ഓൺലൈനായി ലോട്ടറി എടുക്കാമെന്ന പരസ്യം സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത്തരം തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഒരു കാര്യം ഓർക്കുക, സംസ്ഥാന ലോട്ടറി ഓൺലൈനായി വിൽക്കപ്പെടുന്നില്ല. അംഗീകൃത ഏജൻസിയിൽ നിന്ന് വിൽക്കുന്ന ലോട്ടറി തന്നെ വാങ്ങുക. അല്ലാതെ ഓൺലൈൻ തട്ടിപ്പിൽ പോയിപ്പെട്ട് പണം നഷ്ടപ്പെടുത്തരുത്. കേരള ലോട്ടറിയുടെ വ്യാജ ടിക്കറ്റുകൾ ഓൺലൈനായി വിറ്റഴിക്കുന്ന ലോട്ടറി മാഫിയ തന്നെയാണ് സംസ്ഥാനത്ത് നിരോധനമുള്ള അന്യസംസ്ഥാന ലോട്ടറിയും വിറ്റഴിക്കുന്നത്. ഇതൊരു വലിയ തട്ടിപ്പും മാഫിയയുമാണ്. അധികാരികളുടെ വിരലകലത്തിലാണ് ഈ നിയമലംഘനങ്ങൾ പച്ചയ്ക്ക് നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.